വൺ പീസ് ചാപ്റ്റർ 1185 ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ ഗംഗുവിന്റെ ബേക്ക് ഒരു ക്യാരക്ടറെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടർ ആരാണ്? ഒരു ഹോളി നൈറ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇനിയിപ്പോൾ ഹോളി നൈറ്റ് ആണെങ്കിലും നമ്മുടെ മാർസിന്റെ മുമ്പിൽ ഇത്രയും മാസമായിട്ട് ഇരിക്കാൻ മാത്രം ഹോളി നൈറ്റ് ധൈര്യം ഉണ്ടാവും. സോ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയും നേരത്തോടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ക്യാരക്ടറിന് സ്റ്റോറിയിലുള്ള ഇമ്പോർട്ടൻസ്, ഈ ഒരു ടൈമിൽ ഈ ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം നമ്മളെ ഓടെ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. സോ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ക്യാരക്ടറെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. ജസ്റ്റ് അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമാണ് റിവീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ക്യാരക്ടറിന്റെ ക്ലോത്തിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാരക്ടറിന്റെ ക്ലോത്തിങ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ക്ലോത്തിങ് ആയിട്ട് മാച്ച് ആവും. മറ്റാരുമല്ല, നമ്മുടെ ഗോഡ് വാലിയിൽ നമ്മുടെ ഗാർലിങ്ങിന്റെ ക്ലോത്തിങ് ഏകദേശം സിമിലർ ആയിരുന്നു. അതിലൂടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇത് ചിലപ്പോൾ ഒരു ഹോളി നൈറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്കറിയാം ആ ടൈമിൽ നമ്മുടെ ഗാർലിങ് ഹോളി നൈറ്റിന്റെ കമാൻഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു ക്യാരക്ടറും നമ്മുടെ ഹോളി നൈറ്റ്സിന്റെ കമാൻഡർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇമൂസമ്മന്റെ കവനന്റ് സീൽസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആ സീൽസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സമയം 13 പേർക്ക് മാത്രമേ ഈ ഒരു സീൽ വെച്ച് പവർ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 5 എൽഡേഴ്സിനെയും അതുപോലെ തന്നെ 7 ഹോളി നൈറ്റ്സിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരാൾ കൂടെ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഒരു പക്ഷേ ഇപ്പോഴും നമ്മുടെ വൺ പീസ് വേൾഡിൽ ജീവനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആരാവാനാണ് ചാൻസ് കൂടുതൽ? അതിനു മുമ്പ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നേരത്തെ ഗാർലിങ്ങും ഈ ഒരു ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂം ഏകദേശം സിമിലർ ആണെന്ന് അതിലുള്ള ഒരു മാർക്ക് നമുക്ക് 2 കോസ്റ്റ്യൂമിലും കാണാൻ കഴിയും. സോ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ഹോളി നൈറ്റ് കമാൻഡർ ആണെന്ന് തന്നെ നമുക്ക് കൂട്ടാം. ആ ടൈമിൽ എന്തായാലും ഗാർലിങ് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈ സംഭവം നടക്കുന്നത് ഏകദേശം ഒരു 60 വർഷം മുന്നെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആരാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വേൾഡ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അതിനുള്ള കാരണം ഇതാണ്. നമ്മുടെ ഷീറിയോ ഒരിക്കൽ പറയുന്നുണ്ട്, നമ്മുടെ മാൻ മാർക്കഡ് ബൈ ഫ്ലെയിം എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പക്ഷേ വേൾഡ് ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എന്ന്. സോ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ റോഡ് പോണികൾക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കാം. ഈ ഒരു ക്യാരക്ടറായിരിക്കും നമ്മുടെ മാൻ മാർക്കഡ് ബൈ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. എന്തായാലും നമ്മൾ ഓടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷം തന്നെ ആ ഒരു ക്യാരക്ടർ ഞാൻ റിവീൽ ചെയ്യുമെന്ന്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ അത് ആവാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ഇമൂസമ്മ എപ്പോഴാണോ നമ്മുടെ റോജർ ലാഫ്റ്റേലിൽ എത്തിയെന്ന കാര്യം മനസ്സിലാക്കിയത് അപ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ ഒരു റോഡ് പോണിഗ്ലിഫ് മറ്റൊരാൾക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോളി നൈറ്റിനെ ഇതിനു വേണ്ടി നിയോഗിക്കുന്നത്. എനിക്ക് ഈ ഒരു തിയറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ തിയറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ ഒരു തിയറിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. എന്നാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.